ചരിത്രത്തിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാം ആവേശത്തോടെ പറയേണ്ടയാളാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ അത്ര മഹത്വവൽക്കരിച്ച് സംസാരിച്ചയാളാണ് നബിയുല്ലാഹി യൂസുഫ്. എല്ലാരും ഉറക്കെ പറയൂ, ആ സദസ്സിന്റെ പിൻഭാഗം മുതൽ കേൾക്കട്ടെ. സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിൽ അടക്കപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ മഹത്വവൽക്കരിച്ചിട്ടുണ്ട് ആളെ. ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ഇബ്നു യാഖൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ മകൻ, ഇസ്ഹാഖ് നബിയുടെ മകൻ, യാഖൂബ് നബിയുടെ മകൻ സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം. അല്ലാഹുവിനെ സ്തുതിച്ചു. ഞാൻ ഇത് പറയുന്നത് എന്തെങ്കിലും ഒരു നേട്ടം നമുക്ക് നൽകുന്നെങ്കിൽ അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. നമ്മൾ അല്ലാഹുവിനെ ഓർക്കേണ്ടവരാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അദ്ദേഹം ജയിലിലടയ്ക്കപ്പെട്ടു. ഒരുപാട് ബുദ്ധിമുട്ടി, നിരപരാധിയാണ്. ജയിലിലടക്കപ്പെട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ നിന്ന് മോചിതനാകാൻ രണ്ടാളുകൾക്ക് സ്വപ്ന വ്യാഖ്യാനം നൽകി. രണ്ടാളുകൾ വന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചു. ഖുർആൻ ആ കാര്യം പറയുന്നു. ഒരാളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ അടുത്ത് രക്ഷപ്പെട്ടിട്ട് രാജാവിന്റെ സേവകനാവാൻ പോവാണ്. അടുത്തയാളോട് പറഞ്ഞു, നിങ്ങൾ തൂക്കിക്കൊല ചെയ്യപ്പെടാൻ പോവാണ്. അങ്ങനെ ഇത് സംഭവിക്കുമ്പോ രക്ഷപ്പെടാൻ പോകുന്നയാളോട് യൂസുഫ് നബി അലൈഹിസ്സലാം പറയുകയാണ്, മുഅ്മിനെ, നമ്മളൊക്കെ പല കാര്യങ്ങളും അല്ലാഹനെ മറന്നിട്ട് നമ്മൾ പരസ്പരം പറയാറുണ്ടല്ലോ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇയാളോട് പറഞ്ഞു, രാജാവിന്റെ അടുക്കലെത്തിയാൽ ഇങ്ങനെ ഒരു പാവം മനുഷ്യൻ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ പറയണം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഈ വാക്ക് ഇയാൾ ഓർത്തില്ല. ഇയാൾ മറന്നുപോയി. കാലങ്ങളോളം മറന്നുപോയി, വർഷങ്ങളോളം മറന്നുപോയി. യൂസുഫ് നബി ജയിലിൽ തന്നെ. അത് കഴിഞ്ഞ് 12 കൊല്ലം കഴിഞ്ഞാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിൽ നിന്ന് മോചിതനാകുന്നത്. ഇതേ യൂസുഫ് നബി അലൈഹിസ്സലാം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അല്ലാഹു തആലയല്ലേ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയത്? കാരണം എന്താ? അവിടെ അല്ലാഹനെ വിളിച്ചത് എപ്പോ? കാലും കയ്യും ചുരുട്ടിപ്പിടിച്ചിട്ട് സഹോദരന്മാര് കിണറ്റിലേക്ക് അങ്ങ് വലിച്ചെറിയുകയാണ്. ആരുമില്ല. കരഞ്ഞു പറഞ്ഞു, എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ആരും സമ്മതിച്ചില്ല. 10 സഹോദരന്മാരും കൂടെ പൊട്ടക്കിണറ്റിന്റെ അഗാധതയിലേക്ക് യൂസുഫ് എന്ന പിഞ്ചുബാലനെ വലിച്ചെറിയുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഓർമ്മയിൽ പിതാവായ യാക്കൂബ് നബി പഠിപ്പിച്ചു കൊടുത്ത ഒരു മന്ത്രമുണ്ടായിരുന്നു എന്ന് തഫ്സീറിൽ കാണാൻ കഴിയും. അല്ലാഹുവിനെ അദ്ദേഹം വിളിച്ചു, യാ ഷാഹിദൻ ഗൈറ ഗായിബ് വയാ ഖരീബൻ ഗൈറ ബഈദ് വയാ ഖരീബൻ ഗൈറ ബഈദ് വയാ ഗാലിബൻ ഗൈറ മഗ്ലൂബ് അല്ലാഹുമ്മ ഇജ്അൽനി മിൻ ഹാദൽ അംരി ഖറജൻ വ മഖ്റജാ. ഇത് അദ്ദേഹം വിളിച്ചപ്പോഴേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അർശിന്റെ അടുക്കൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്താൻ കിണറ്റിന്റെ ആഴിയിലേക്ക് വന്നു. കൈകളിൽ പിടിച്ച് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തി. അല്ലാഹുവിനെയാ വിളിച്ചത്. അങ്ങനെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ എല്ലാ ആകാശത്തും ഭൂമിയിലും അല്ലാഹുവാണവൻ. വഹുവല്ലാഹു ഫിസ് സമാവാതി വൽ അർള്. അല്ലേ? അൽഹംദുലില്ലാഹി ഇദ് ലം യഅതിനി അജലി ഹത്താ തസൈതു അലൽ ഇസ്ലാമി സിർബാല ഹത്താ തസൈതു മിനൽ ഇസ്ലാമി സിർബാല. അല്ലാഹുവിന്റെ ദീൻ പുൽകാൻ കഴിഞ്ഞതിന്റെ പേരിൽ പ്രസിദ്ധനായ ഒരു അറബി കവി പാട്ടുപാടിയതാണ്, അൽഹംദുലില്ലാഹി ഇദ് ലം യഅതിനി അജലി ഹത്താ തസൈതു മിനൽ ഇസ്ലാമി സിർബാല. മരണത്തിന്റെ മുമ്പ് എനിക്ക് ഇസ്ലാമിനെ പുൽകാൻ കഴിഞ്ഞല്ലോ, എനിക്ക് അല്ലാഹുവിനെ ഓർക്കാൻ കഴിഞ്ഞല്ലോ.
അല്ലാ എന്ന് നമ്മൾ പറയുന്ന ആ അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ ആരാണ്? വഹുവ ഫിസ് സമാവാതി വഹുവല്ലാഹു ഫിസ് സമാവാതി വൽ ഫിൽ അർള്. എല്ലായിടത്തും അവനുണ്ട്, എല്ലായിടത്തും. ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്. അല്ലാഹു എല്ലായിടത്തും ഉണ്ട്. എവിടെയും നമുക്ക് നിരീക്ഷണ ക്യാമറ വെക്കണം, തെറ്റ് പിടിക്കണം എന്നുണ്ടെങ്കിൽ. ഹൈവേയിലൊക്കെ ആലുവയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്കുണ്ട് 80-70ന്റെ മുകളിൽ പോയാൽ 2 മാസം മുമ്പ് ക്യാമറ ഫ്ലാഷ് ചെയ്യുമായിരുന്നു. ഇവിടെ ഒന്നും അതില്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ മുഖത്തൊരു സന്തോഷം തോന്നുന്നു, ഞങ്ങളൊക്കെ പെട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഏതായാലും ഇപ്പൊ അത് കൂട്ടിയിട്ട് എല്ലാവരും, കാരണം എല്ലാവർക്കും കിട്ടുകയാണ്, ഇപ്പൊ അത് 90 വരെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് NH-47 പോകുന്ന ആളുകൾ 90ന്റെ മുകളിൽ പോയാൽ ഒരു 5-6 ദിവസം കഴിഞ്ഞാൽ അവരുടെ ഇടയിലേക്ക് ഒരു സമൻസ് വരും. കുഴപ്പമൊന്നുമില്ല, RTOയുടെ അടുക്കൽ പോയിട്ട് ഒരു 300 രൂപ ഫൈൻ അടച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതൊന്നും ആവശ്യമില്ല. എല്ലായിടത്തും ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്. ചിന്തിക്കൂ നിങ്ങൾ, യഅലമു സിർറകും വജഹറകും. അല്ലാഹു തആല നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയുന്നവനാണ്. ഞാൻ ഒറ്റക്കേ ഉള്ളൂ, ഞാനേ കാണുന്നുള്ളൂ, എന്റെ മൊബൈലല്ലേ, ആരും അറിയുന്നില്ലല്ലോ. എന്റെ യുവാക്കളെ, സഹോദരിമാരെ, കാണാൻ നമ്മുടെ മുമ്പിൽ കാഴ്ചകൾ ഇങ്ങനെ നിൽക്കുമ്പോ ഞാനല്ലേ കേൾക്കുന്നുള്ളൂ, ഈ തെറ്റ് ഞാനല്ലേ അറിയുന്നുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും നമ്മൾ സ്വയമേ അറിഞ്ഞിട്ടുള്ളൂ എന്ന് കരുതിയാൽ, വയഅലമു സിർറകും വജഹറകും, നിങ്ങൾ രഹസ്യമായി ചെയ്യുന്നത്, നിങ്ങൾ പരസ്യമായി ചെയ്യുന്നത് എല്ലാം അറിയുന്നവനാണ് അല്ലാഹു തആല. അവൻ പറയട്ടെ, വയഅലമു മാ തക്സിബൂൻ. എല്ലാം അവന്റെ അധീശാധിപത്യത്തിലാണ്. എല്ലാം, ഓരോ നക്ഷത്രത്തിലും ഗോളത്തിലും ഗ്രഹത്തിലും ഉപഗ്രഹത്തിലും ഗാലക്സിയിലും ഭ്രമണപഥങ്ങളിലുമൊക്കെ അല്ലാഹുവല്ലേ നിയന്ത്രിക്കുന്നത്, അല്ലാഹു തന്നെ. ഇത് ചിന്തിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിജയം. അല്ലാഹു തആല അത് ചിന്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് ചിന്തിക്കാതിരിക്കുക എന്നതാകട്ടെ അൽ ഗഫ്ല, അതാണ് അശ്രദ്ധ എന്ന് പറയുന്നത്. അതാണ് അൽ ഗഫ്ല, അശ്രദ്ധ. അശ്രദ്ധ ഉണ്ടാകുന്നത് എപ്പോഴാ? എനിക്കിത് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണെന്ന് തോന്നുമ്പോഴാണ് അൽ ഗഫ്ല ഉണ്ടാകുന്നത്. അശ്രദ്ധ, ശ്രദ്ധിക്കാതിരിക്കുക എന്നതിന്റെ അർത്ഥം. കേൾക്കുമ്പോ, കാണുമ്പോ, ചിന്തിക്കുമ്പോ അതിനൊന്നുമല്ല എന്റെ സമയം ചെലവഴിക്കേണ്ടത് എന്ന ഏറ്റവും വലിയ, ഏറ്റവും മലീമസമായ ജീവിതാനുഭവം അതാണ് അൽ ഗഫ്ല. പിടിക്കപ്പെടും മുഅ്മിനെ. എന്റെ സഹോദരിമാരെ, ജീവിതം നമുക്കിന്ന് ഓരോ സുഖങ്ങളാണ്, സന്തോഷങ്ങളാണ്, വിരുന്നുപോക്കുകളാണ്, ഭക്ഷണം കഴിക്കലുകളാണ്. എല്ലാവരും ആഹ്ലാദത്തിന്റെ ലോകത്താണെങ്കിൽ നിങ്ങൾ ചിന്തിക്കണേ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഗഫ്ലതു തസീദുൽ ഹസ്റ. നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും നിങ്ങൾ അശ്രദ്ധരായാൽ, അല്ലേ? യതഹസ്സറു ബിനു ആദമ യൗമൽ ഖിയാമ. അന്ത്യദിനത്തിൽ അല്ലാഹുവിന്റെ ഒരടിമ, ഓരോ മനുഷ്യനും ഏറ്റവും കൂടുതൽ ഖേദിക്കുന്നത് അൻസാഅത്തിൻ ലം യദ്കുരില്ലാഹ ഫീഹാ. അല്ലാഹുവിനെ ഓർത്താത്ത ഓരോ നിമിഷത്തെക്കുറിച്ചും ഓരോ മനുഷ്യനും ഖേദിക്കുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്ക് രക്ഷപ്പെടാൻ കഴിയും? ആർക്ക്? മഹാനായ ഒരു സ്വാലിഹായ മനുഷ്യന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മരണപ്പെട്ടു പോയതിനു ശേഷം ബഹുമാനപ്പെട്ട ഒരു സ്വാലിഹായ മനുഷ്യനെ തന്റെ ശിഷ്യന്മാര് സ്വപ്നത്തിൽ കാണുകയാണ്. ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ, അയ്യുൽ ഹസ്രത്തി അഅ്ളമു ഇൻദകും, നിങ്ങൾക്ക് ഏറ്റവും വലിയ ദുഃഖമായി തോന്നിയത് എന്താ ഉസ്താദേ? ഉസ്താദ് പറഞ്ഞ മറുപടി ഹസ്രത്തുൽ ഗഫ്ല, അശ്രദ്ധയാണ് കേട്ടോ. ലോകകപ്പ് നടക്കുകയാണ്, പവിത്രമായ മാസത്തിൽ. ഇപ്പം അടുത്ത് അവസാനിക്കും തോന്നുന്നുണ്ടല്ലോ. എന്നാ അവസാനിക്കുന്നത്?
അടുത്ത അവസാനിക്കും 13 14 അല്ലേ? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ ആലുവ പ്രദേശത്തുകൂടെ സഞ്ചരിക്കുകയാണ് എങ്കിൽ, ഞാൻ ആലുവക്കാരനല്ല, പക്ഷെ ആലുവയിൽ ജോലി ചെയ്യുന്ന ഒരാളെന്ന നിലക്ക് അതിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ സത്യസന്ധമായിട്ട് പറയാണ്, അവിടെ ഇതുപോലെ ഫ്ലക്സുകൾ കാണില്ല. ഈ ആവേശം അവിടെ ഇല്ല. എല്ലാരും പറഞ്ഞിരുന്നത് ഇപ്രാവശ്യം തറാവീഹിന് ആള് കുറയും, ആള് കമ്മിയാവും. കാരണം ആ സമയത്താണല്ലോ 9:30 മണിക്കാണല്ലോ ബ്രസീലും ജർമ്മനിയും തമ്മിൽ ഫുട്ബോൾ നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിന് വേണ്ടിയിട്ട് തറാവീഹ് ഒഴിവാക്കും. നാട്ടിൽ ശരിയാണ്. പാവപ്പെട്ട എന്റെ നാട്ടില് ഒരു കടയുടെ റൂമിൽ വലിയ സ്ക്രീൻ വെച്ചിരിക്കുക. ഒന്നാമത്തെ തറാവീഹിന് നാട്ടിൽ തന്നെയാ കൂടിയത്. തറാവീഹ് മര്യാദക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ചെറുപ്പക്കാരുടെ നിലവിളികൾ. ആർക്ക് ഇവമ്മന് വല്ലതും അറിയോ? പേര് പോലും ശരിക്കും അറിയോ എന്ന് എനിക്ക് സംശയമാണ്. ഞാൻ വിചാരിക്കാറുണ്ട്, ഒരു ദിക്ർ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും വഅദിൽ പറഞ്ഞാൽ കുട്ടികൾ എത്ര പറഞ്ഞാലും അതങ്ങ് മനസ്സിലാവില്ല. ഞാൻ ഇപ്പൊ അടുത്തൊരു ചെറുപ്പക്കാരന് കുട്ടികളില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഉസ്താദിന്റെ അടുക്കൽ പോയി. ഉസ്താദ് അവനോട് പറഞ്ഞു, നീയും ഭാര്യയും തമ്മിൽ വലിയ സ്വരച്ചേർച്ചയില്ലേ, അപ്പൊ ആദ്യം അതാണ്, കുട്ടികൾ ഉണ്ടാവാൻ അതാണ് ആദ്യം വേണ്ടത്. അതുകൊണ്ട് നീ ഒരു ദിവസം ഒരു 2000 തവണ ഒരു ദിക്ർ ചൊല്ലണം എന്ന് പറഞ്ഞു. അവൻ അപ്പൊ തന്നെ ബോധം കിടണ്ടേ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ടാവും. 2000 തവണ ചെല്ലണല്ലോ. പക്ഷെ ദിക്ർ ചെറിയ ദിക്റായിരുന്നു. യാ വദൂദ് യാ വദൂദ് 2000 തവണ ചെല്ലണമെന്ന് പറഞ്ഞു. ഇവനതൊന്ന് കാണാതെ പഠിപ്പിക്കാൻ ഞാൻ പെട്ട പാട്. ഞാനത് പോകുന്ന സമയത്തൊക്കെ ഇടക്കിടക്ക് ഞാൻ ചോദിക്കും, എന്താ ചെല്ലാൻ പറഞ്ഞത്? കിട്ടൂല. കുറെ യാ വദൂദ്. എന്നിട്ടോ പിറ്റേ ദിവസം ഞാൻ വിളിച്ച് ചോദിച്ചു. അപ്പോഴവൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഇന്നലെ ആ പറഞ്ഞ ദിക്ർ എന്താന്നുള്ളത് നിങ്ങളുടെ ഓർമ്മ വരുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ ഉസ്താദിനെ വിളിച്ച് ചോദിക്കാൻ നിൽക്കായിരുന്നു. 2000 തവണ ചെല്ലാനുള്ളതാണ്. എന്നാലോ എത്ര മനോഹരമായിട്ടാണ് ഓരോ താരങ്ങളുടെ, എനിക്കൊക്കെ നെയ്മർ, മെസ്സി എന്നൊക്കെ ഉള്ളതേ അറിയുള്ളൂ, അതിന്റെ വാലും തലയും ഒക്കെ പറഞ്ഞിട്ട് കുട്ടികൾ കാണാം ഇങ്ങനെ പറയുന്നു. ബ്രസീലിലാണ് നടക്കുന്നതെന്ന് അറിയുള്ളൂ, പക്ഷെ കുട്ടികൾക്കറിയാം അത് സാവോ പോളോയിലാണ് ഇന്നത്തെ കളി. അതുപോലെ എന്താണ് ജനീറോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പേര് തന്നെ ഉച്ചരിക്കുമ്പോഴേക്ക് നാവാകെ വളഞ്ഞു പോകും. അതൊക്കെ കുട്ടികൾ. എന്റെ ചെറുപ്പക്കാരെ, ഇതുകൊണ്ടൊക്കെ എന്ത് ഗുണമാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. ദുന്യാവ് എന്ന് പറഞ്ഞാൽ ലഹുവും വലൈബുമായിട്ട് മാറ്റരുത്. അള്ളാഹിനെ കൺമുമ്പിൽ കാണണം. ഇതിന്റെ പേരിൽ ഖേദിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ അള്ളാനെ ഓർത്തിട്ടില്ല എന്ന് മാത്രല്ല, മറ്റു പലതും ഓർക്കുകയും ചെയ്തു. ഈ മനുഷ്യൻ സ്വപ്നത്തിൽ പറയുകയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത് ഞാൻ അശ്രദ്ധനായിരുന്നല്ലോ എന്ന കാര്യത്തിലാണ്. തന്റെ സന്താനത്തോട് ആ ഉസ്താദ് പറഞ്ഞതായി ഇമാം ഗസാലി രേഖപ്പെടുത്തുന്നു. യാ വലദീ, എന്റെ മോനെ, ദുന്യാവിൽ നമ്മൾ അശ്രദ്ധരായി ജീവിച്ചുവല്ലോ. അതുകൊണ്ട് തന്നെ മരിച്ചപ്പോഴും നമ്മൾ അശ്രദ്ധരായിരുന്നു. മരിക്കുന്ന സമയത്ത് ചൊല്ലാൻ കഴിയേണ്ട ദിക്റാണ് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്